വാനമ്പാടിയും വേഴാമ്പലും. അങ്ങനെ ഒരു ദിവസം പക്ഷികളെല്ലാം ഒത്തുകൂടി ഒരു പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. എല്ലാവരുടെയും നിർദ്ദേശം വാനമ്പാടിയായിരുന്നു. അവനൊരു രാജകീയ പ്രൗഢിയുണ്ട്. അവൻ മനഃപൂർവ്വം ആരെയും ഉപദ്രവിക്കുകയേയില്ല. പക്ഷേ ഇത് എങ്ങനെയാണ് നമ്മൾ വേഴാമ്പലിനെ അറിയിക്കുക? അവനത് ഇഷ്ടപ്പെടില്ല. എനിക്കൊരാശയം തോന്നുന്നു. മരംകുത്തി, എനിക്ക് നിന്റെ സഹായം വേണം. നീ എന്റെ കൂടെ വാ. കുറച്ച് സമയത്തിന് ശേഷം, രാജാവേ, താങ്കളുടെ കഴിവ് തെളിയിക്കാനായി ഒരു പരീക്ഷണം നടത്താം. താങ്കൾ ഒരു മരക്കൊമ്പിൽ ഇരുന്നു കൊണ്ട് അത് മുറിക്കണം. താങ്കൾ അതിൽ വിജയിച്ചില്ലെങ്കിൽ ആരതിൽ വിജയിക്കുന്നോ അവരായിരിക്കും ഞങ്ങളുടെ അടുത്ത ഭരണാധികാരി. പറയൂ, ഏത് ശാഖയിലാ ഞാൻ ഇരിക്കേണ്ടത്? അതാ ആ ശാഖ. ഞാനല്ലാതെ പിന്നെ അത് ആര് മുറിക്കും? വേഴാമ്പൽ ഒരിക്കൽ പക്ഷികളുടെ രാജാവായിരുന്നു. പക്ഷേ ഒരു നിസാര തെറ്റ് ചെയ്താൽ പോലും അത് ചെറിയ പക്ഷികളെ കൊല്ലുമായിരുന്നു. വേഴാമ്പൽ പറന്നുയർന്നു. തന്റെ മുഴുവൻ ശക്തിയും പ്രയോഗിച്ച് മരക്കൊമ്പിലിരുന്നു. പക്ഷേ മരക്കൊമ്പ് മുറിഞ്ഞില്ല. ഓർമ്മിക്കുക, മത്സരത്തിൽ പങ്കെടുക്കുന്നവരാരായാലും ഇതുപോലെ വണ്ണമുള്ള മരക്കൊമ്പിൽ ഇരിക്കണം. വാനമ്പാടിയുടെയാണ് അടുത്ത ഊഴം. ആ കൊമ്പിന് നല്ല ബലമുണ്ടല്ലോ അല്ലേ? തീർച്ചയായും നല്ല ബലമുണ്ട്. വാനമ്പാടിക്ക് ഈ കൊമ്പ് മുറിക്കാനാകുമെങ്കിൽ അവന് രാജാവാകാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട്. പക്ഷേ വാനമ്പാടി ഇരിക്കാൻ പോകുന്ന ശാഖ മരം കൊത്തി തുരന്നു വച്ചതായിരുന്നു എന്ന് വേഴാമ്പലിന് അറിയില്ലായിരുന്നു. വാനമ്പാടി അതിലിരുന്നപ്പോൾ അവൻ ആ മരക്കൊമ്പ് മുറിച്ചു. വേഴാമ്പൽ തന്റെ പരാജയം സ്വീകരിച്ച് പറന്നുപോയി. അങ്ങനെ വാനമ്പാടി പക്ഷികളുടെ രാജാവായി. ബുദ്ധിയാണ് മികച്ച ആയുധം. സമർത്ഥയായ കോലാട്. ഒരിക്കൽ ഒരു ചെന്നായ ഇര തേടുകയായിരുന്നു. അത് പാറകൾക്കരികെ ഒരു ചെറിയ മേച്ചിൽപ്പുറം കണ്ടു. അതിനരികിലേക്ക് ചെന്നപ്പോൾ ഒരു വലിയ ആരോഗ്യമുള്ള കോലാടിനെ കണ്ടു. അത് മെല്ലെ ആടിന്റെ അരികിൽ ചെന്നു. പക്ഷെ ആട് ചുമതിയായിരുന്നു. അത് ചെന്നായയെ നോക്കി പറഞ്ഞു, ഓഹോ, നിന്നെ കണ്ടാൽ വല്ലാതെ ക്ഷീണിച്ച് വിശന്ന് അവശനായിരിക്കുന്നല്ലോ. നിനക്ക് എന്നെ തിന്നാൻ സന്തോഷമാകും. എപ്പോഴും നാം മറ്റുള്ളവരുടെ സേവനത്തിനായി ജീവിതം സമർപ്പിക്കണം. ചെന്നായക്ക് അതിശയം തോന്നിയെങ്കിലും ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. എന്നോട് ദയ തോന്നിയതിന് നന്ദി. പക്ഷെ ഞാൻ വളരെ വലുതല്ലേ, എന്നെ എങ്ങനെ തിന്നാൻ പറ്റും? ഒരു കാര്യം ചെയ്യ, നീ ഈ വായി നന്നായി തുറന്നു പിടിച്ചോണ്ട് ഇവിടെ നിൽക്ക്. ഞാൻ മലമുകളിൽ ചെന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് ഓടി വന്ന് നിന്റെ വായ്ക്കുള്ളിലേക്ക് എടുത്ത് ചാടാം. അപ്പൊ നിനക്ക് എന്നെ മുഴുവനോടെ വിഴുങ്ങാമല്ലോ. മണ്ടനായ ചെന്നായ ആട് പറഞ്ഞതനുസരിച്ചു. ഞാൻ തയ്യാറാണ്. അത് താഴെ തന്നെ നിന്നുകൊണ്ടിരുന്നു. പക്ഷേ സമർത്ഥയായ ആട് പാറപ്പുറത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് പൂർണ്ണ വേഗതയിൽ താഴേക്ക് ഓടി. എന്നിട്ട് അതേ വേഗതയിൽ തന്നെ ചെന്നായയുടെ മുഖത്തേക്ക് ആഞ്ഞിടിച്ചപ്പോൾ ചെന്നായ മുറിവേറ്റ് ബോധം കെട്ട് വീണു. അങ്ങനെ സമർത്ഥയായ ആട് തന്റെ ജീവൻ രക്ഷിച്ചും കൊണ്ട് അവിടെ നിന്ന് പോയി. പ്രവർത്തിക്കേണ്ട സമയത്ത് ധൈര്യപൂർവം. പ്രാവും ഉറുമ്പും. ഒരിക്കലൊരിടത്ത് ഒരു ഉറുമ്പുണ്ടായിരുന്നു. ഒരു ദിവസം അത് ഭക്ഷണം തേടി ഒരു മരത്തിന് മുകളിൽ കയറി ചില്ലകളിലൂടെ പോവുകയായിരുന്നു. പെട്ടെന്ന് വഴുതി വെള്ളത്തിലേക്ക് വീണു. അത് സഹായം അഭ്യർത്ഥിച്ച് ഉച്ചത്തിൽ കരഞ്ഞു. മരത്തിന്റെ മറ്റൊരു ചില്ലയിലിരുന്ന ഒരു പ്രാവ് ഉറുമ്പിന്റെ മരണവെപ്രാളം കണ്ടു. അത് മരത്തിൽ നിന്നും ഒരു ഇല പറിച്ച് ആറ്റിലേക്ക് ഇട്ടുകൊടുത്തു. പ്രാവ് താഴേക്കിട്ടുകൊടുത്ത ഇലയുടെ സഹായത്തോടെ ആ ഉറുമ്പ് നദിക്കരയിലെത്തി. പ്രാവാണ് തന്റെ സഹായത്തിനെത്തിയത് എന്നറിഞ്ഞ ഉറുമ്പ് മരത്തിലേക്ക് കയറി പ്രാവിന് നന്ദി പറയാൻ ആഗ്രഹിച്ചു. എന്നെ രക്ഷിച്ചതിന് നന്ദിയുണ്ട്. അതൊന്നും
സാരമില്ലെന്നേ, ഇതെന്റെ കടമയല്ലേ. ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ മറക്കാതെ എന്നെ വിളിക്കണേ. തീർച്ചയായും. ഇത്രയും നല്ലൊരു സുഹൃത്തിനെ എനിക്ക് തന്നതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് യാത്ര പറഞ്ഞു പിരിഞ്ഞു. ഒരു ദിവസം ഉറുമ്പ് ഭക്ഷണവും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് വലിയ കാലുകൾ തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഉറുമ്പ് കണ്ടു. അത് കയ്യിലൊരു അമ്പും വില്ലും ഏന്തി നിൽക്കുന്ന ഒരു വേട്ടക്കാരന്റെ കാലാണെന്നറിഞ്ഞ ഉറുമ്പ് ഞെട്ടിപ്പോയി. അയാൾ എന്തോ ഒന്നിലേക്ക് ഉന്നം വയ്ക്കുന്നതായി ഉറുമ്പിന് തോന്നി. അമ്പിന്റെ ദിശയിലേക്ക് തിരിഞ്ഞു നോക്കിയ ഉറുമ്പ് കണ്ടത് അയാൾ തന്റെ സുഹൃത്ത് പ്രാവിന്റെ നേരെ ഉന്നം വയ്ക്കുന്നതാണ്. ഉറുമ്പിനൊരു ആശയം തോന്നി. ഒരു നിമിഷം പോലും പാഴാക്കാതെ അത് പ്രാവിനെ രക്ഷപ്പെടുത്താനുള്ള ഉപായം കണ്ടെത്തി വേടന്റെ കാലിൽ കടിച്ചു. അപ്പോൾ ആ വേടൻ ഉച്ചത്തിൽ നിലവിളിച്ചു. അയാളുടെ ഉന്നം തെറ്റിപ്പോയി. അമ്പ് ദിശ മാറിപ്പോയി. പിന്നീട് പ്രാവിനെ വിവരമറിയിച്ച് അത് പറന്നുപോയി. ഈ സംഭവത്തിന് ശേഷം പ്രാവ് ഉറുമ്പിന് നന്ദി പറയാനെത്തി. ഓ, വളരെ നന്ദിയുണ്ട് സുഹൃത്തെ. സാരമില്ല, നിങ്ങളെ രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ. ആദ്യം ഞാൻ കരുതി ഇത്രയും ചെറിയൊരു ജീവിയായി നിനക്ക് എന്നെ എങ്ങനെ രക്ഷിക്കാനാവുമെന്ന്. എനിക്ക് തെറ്റുപറ്റി. ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് നന്ദി പറയുന്നു. അവർ രണ്ടുപേരും ഉറ്റ ചങ്ങാതികളായി സന്തോഷത്തോടെ വളരെക്കാലം ആ കാട്ടിൽ ജീവിച്ചു. ആപത്തിൽ സഹായിക്കുന്നവനാണ് അത്യാഗ്രഹിയായ കൊക്ക്. ഒരിക്കൽ ഒരു തടാകക്കരയിൽ ഒരു കൊക്ക് വസിച്ചിരുന്നു. ആ തടാകത്തിൽ ധാരാളം മീനുകളും മറ്റ് ജലജന്തുക്കളും ഉണ്ടായിരുന്നു. കൊക്കിന് അവിടുത്തെ ജീവിതം സുഖപ്രദമായിരുന്നു. പക്ഷെ ഇപ്പോൾ കൊക്കിന് പ്രായമായതുകൊണ്ട് മീനിനെ പിടിക്കാനുള്ള ചുറുചുറുക്ക് തീരെയില്ല. ഒരു ദിവസം ആ കൊക്കിന് ഒരു മീനിനെ പോലും പിടിക്കാൻ കഴിയാതെ പോയി. അന്ന് വൈകുന്നേരം പട്ടിണി കൊണ്ട് അവശനായ കൊക്ക് ഉച്ചത്തിൽ കരഞ്ഞു. ഞണ്ടും മറ്റുള്ള മീനുകളും ഈ ശബ്ദം കേട്ട് അവിടെ എത്തി. കൊക്കിനോട് കാരണമന്വേഷിച്ചു. കൊക്ക് ബുദ്ധിപൂർവ്വം നുണ പറഞ്ഞു. എന്റെ കൂട്ടുകാരെ, ഞാൻ നിങ്ങളെക്കുറിച്ച് ഓർത്താണ് കരയുന്നത്. ഒരു ജ്യോത്സ്യൻ പറഞ്ഞു ഈ തടാകം അധികം വൈകാതെ വറ്റിപ്പോകുമെന്ന്. നിങ്ങളെപ്പോലുള്ള ജീവികളൊക്കെ എന്തു ചെയ്യുമെന്ന് ആലോചിച്ചാ എനിക്ക് വിഷമം. ഞാൻ ഈ തടാകക്കരയിൽ വളർന്നതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള കൂട്ടുകാരുടെ മരണം അടുക്കുന്നത് എന്നെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തുകയാണ്. അതാലോചിക്കുമ്പോൾ എനിക്ക് ആഹാരമേ ഇറങ്ങുന്നില്ല. നിഷ്കളങ്കരായ മീനുകൾ കൊക്കിന്റെ വാക്കുകൾ വിശ്വസിച്ചു. എന്നിട്ട് ദുഃഖത്തോടെ പറഞ്ഞു, കൊക്കേട്ടാ, നിങ്ങളാണ് ഞങ്ങളിലേക്ക് വെച്ച ഏറ്റവും മൂത്തതും അനുഭവശാലിയും. ഞങ്ങളെ ഈ ദുരന്തത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഈ അവസരത്തിനായി കാത്തിരുന്ന ദുഷ്ടനായ കൊക്ക് അവരെ സഹായിക്കാമെന്ന് സമ്മതിച്ചു. കൊക്ക് പറഞ്ഞു, ഇവിടെ നിന്ന് കുറച്ചകലെ എനിക്കറിയാവുന്ന ഒരു തടാകമുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയും സുരക്ഷിതമായി ആ തടാകത്തിൽ എത്തിക്കുന്നത് എന്റെ ചുമതലയാണ് കുഞ്ഞുങ്ങളെ. മീനുകളും മറ്റ് ജലജന്തുക്കളും സന്തോഷത്തോടെ കൊക്കിന്റെ ഈ പരിശ്രമത്തിന് നന്ദി പറഞ്ഞു. ഇതോടെ വയസ്സം കൊക്കിന്റെ വിശപ്പിന്റെ പ്രശ്നത്തിന് പരിഹാരം കിട്ടി. തന്ത്രശാലിയായ കൊക്ക് അവരെ സഹായിക്കുന്നത് പോലെ ഭാവിച്ച് ഓരോന്നിനെയായി അവിടെ നിന്നും കൊണ്ടുപോകാൻ തുടങ്ങി. മറ്റൊരു തടാകത്തിലേക്ക് കൊണ്ടുപോകുകയാണെന്ന വ്യാജേന അവിടെ വച്ച് ഓരോന്നിനെയും അടിച്ചു കൊന്ന് തിന്നാൻ എളുപ്പമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഓരോ ദിവസവും തങ്ങളെ എത്രയും വേഗം ഇവിടെ നിന്നും രക്ഷിച്ചു കൊണ്ടുപോകണമെന്ന് ഓരോ ജീവികളും ഉത്കണ്ഠയോടെ പറഞ്ഞു തുടങ്ങി. പക്ഷേ കൊക്കിനാകട്ടെ സുഭിക്ഷമായി ഭക്ഷണം ലഭിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ആ തടാകത്തിൽ തന്നെ വസിക്കുന്ന ഒരു ഞണ്ട് പറഞ്ഞു, എത്ര നാളുകളായി ഞാൻ എന്നെയും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നിങ്ങളോട് പറയാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ മീനുകൾക്ക് മാത്രമേ പ്രാധാന്യം നൽകിയുള്ളൂ. ഇനി എന്റെ ഊഴമാണ്.
ഇന്ന് എന്നെ നിങ്ങളുടെ ചുമലിലേറ്റി കൊണ്ടുപോകണം. കൊക്ക് ഞണ്ടിനെ ചുമലിലേറ്റിക്കൊണ്ട് പാറയുടെ സമീപത്തേക്ക് പറന്നു. വഴിയിൽ വെച്ച് ഞണ്ട് മീനുകളെപ്പറ്റി അന്വേഷിച്ചു. ഞണ്ട് തന്റെ ചുമലിലാണുള്ളതെന്നും തടാകത്തിൽ നിന്നും താൻ ദൂരെ എത്തിയെന്നും കരുതിയ കൊക്ക് സത്യം തുറന്നു പറഞ്ഞാൽ തനിക്കൊരാപത്തുമുണ്ടാകാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചു. അത് ചിരിച്ചു. ഇവിടെ അടുത്തൊന്നും ഒരു തടാകവുമില്ല. ഇവിടെ നിന്നും ഞാൻ കൊണ്ടുപോയ മറ്റു മീനുകളെല്ലാം എന്റെ വയറ്റിനുള്ളിൽ സുഖമായി കഴിയുകയാണ്. നിന്നെയും അങ്ങോട്ട് തന്നെയാ ഞാൻ കൊണ്ടുപോകുന്നത്. നീ അതിനൊരുങ്ങിയിരുന്നോ? കൊക്കിന്റെ കൈപ്പാർന്ന സത്യം കേട്ട ഞണ്ട് കൊക്കിന്റെ നീണ്ട കഴുത്തിൽ തന്റെ നഖങ്ങൾ കൊണ്ട് ഇറുകെ പിടിച്ചമർത്തി. ഉടൻ തന്നെ കൊക്ക് മരിച്ചു. ഞണ്ട് ഇഴഞ്ഞിഴഞ്ഞ് തടാകത്തിനരികെ എത്തി. നടന്ന കഥ മുഴുവനും തന്റെ കൂട്ടുകാരോട് പറഞ്ഞു. അവരെല്ലാവരും സമയോചിത ബുദ്ധി ഉപയോഗിച്ച ഞണ്ടിനോട് തങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞു. ഏതൊരു ചുറ്റുപാടിലും മടിയന്മാരായ തത്തകൾ. വേട്ടക്കാരുടെ ശല്യം സഹിക്കാനാവാതെ ഒരു പറ്റം തത്തകൾ തങ്ങൾ കൂടുകൂട്ടിയിരുന്ന ആൽമരത്തെ ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിച്ചു. വേട്ടക്കാർക്ക് കയറിപ്പറ്റാൻ പ്രയാസമുള്ള ഒരു പനമരത്തിലേക്ക് വാസസ്ഥലം മാറ്റാൻ ഉറപ്പിച്ചു. കൂടുകൂട്ടുന്നതിന് മുൻപായി സംഘത്തലവൻ പനമരം പരിശോധിച്ചു. പന ഇലകളുടെ നിഴൽ ആവശ്യത്തിനുള്ളതുണ്ടെന്ന് കണ്ടറിഞ്ഞു. അങ്ങനെ അവരുടെ മുഖ്യൻ ബാക്കിയുള്ളവരെ വിളിച്ച് കൂടുകൂട്ടാൻ ആരംഭിച്ചുകൊള്ളാൻ പറഞ്ഞു. പുതിയ സ്ഥലത്തേക്ക് താമസം മാറുന്നതിൽ തത്തകൾക്ക് സന്തോഷമായിരുന്നു. അവരുടെ കലപില ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ടു. പുതിയ വീട് കണ്ട് അവർ ആശ്ചര്യഭരിതരായി. പക്ഷെ അവരുടെ നേതാവ് വളരെ സൂക്ഷ്മതയോടെ ആ പുതിയ സ്ഥലത്തെപ്പറ്റിയും ചുറ്റുപാടുകളെക്കുറിച്ചും എല്ലാ വിവരങ്ങളും ആരാഞ്ഞു. ഉടനെ അതൊരു ചെറിയ വള്ളിച്ചെടി പനമരത്തിനരികെ കണ്ടു. കൂട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരുന്ന മറ്റെല്ലാ തത്തകളെയും വിളിച്ച്, കൂട്ടുകാരെ, ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ ഒരു വള്ളിച്ചെടി വളരുന്നുണ്ട്. നമുക്കിതിനെ പറിച്ചു മാറ്റണം. മറ്റുള്ള തത്തകൾ കൂട്ടിനുള്ളിൽ നിന്ന് എത്തി നോക്കി മണ്ണിലൊരു വള്ളിച്ചെടി കണ്ടു. അവർ ചോദിച്ചു, ഓ, ഈ ചെറിയ വള്ളിച്ചെടി കൊണ്ട് നമുക്ക് എന്താപത്തുണ്ടാവാൻ? നിങ്ങൾക്ക് എപ്പോഴും ഉൾക്കട്ടയാ. ഇന്ന് ഈ ചെടി വളരെ ചെറുതാ, അതുകൊണ്ട് ഇത് എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ കഴിയും. പക്ഷെ കുറെ നാളുകൾ കൂടി കഴിഞ്ഞാ ഇതിന്റെ സ്ഥിതി ഇങ്ങനെയായിരിക്കില്ല. അതൊരു ബലമുള്ള കട്ടിയുള്ള കയറ് പോലെ വളരും. ഇതിനെ ഇപ്പോഴേ നീക്കം ചെയ്തില്ലെങ്കിൽ പിന്നീട് ഇത് വേട്ടക്കാർക്ക് മുകളിലേക്ക് കയറി വരാനുള്ള ഒരു മാർഗമായി മാറും. പിന്നീട് നമുക്ക് തന്നെ ഇതൊരു പ്രശ്നമാകും. കൂട്ടിനുള്ളിൽ കളിച്ച് രസിച്ചിരുന്ന തത്തകൾ ഇതിനു വേണ്ടി താഴേക്കിറങ്ങി വരാൻ തയ്യാറായില്ല. അവരെന്തൊക്കെയോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ജോലി അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു. തത്തകൾ ആ വള്ളിച്ചെടിയെ വളരാൻ അനുവദിച്ചുകൊണ്ടേയിരുന്നു. കുറെ ദിവസങ്ങൾക്ക് ശേഷം അതിനെ പറിച്ചു മാറ്റാനായി ശ്രമിച്ചപ്പോൾ അതിനെ ഇളക്കാൻ പോലും പറ്റാത്ത വിധം ദൃഢമായി വളർന്നിരുന്നു. വള്ളിച്ചെടി വളരെ വേഗം ഒരു കട്ടിയുള്ള കയറ് പോലെ വളർന്നു. ഒരു ദിവസം നേതാവ് ഭയന്നതുപോലെ തന്നെ ഒരു വേട്ടക്കാരൻ അവിടെ എത്തി. ഒരു ബലമുള്ള വള്ളിച്ചെടി പനമരത്തിന് ചുറ്റും പടർന്ന് വളർന്നിരിക്കുന്നത് അയാൾ കണ്ടു. അതിന്റെ സഹായത്തോടെ അയാൾ വളരെ എളുപ്പം തന്നെ കൂട്ടിനടുത്തെത്തി. തത്തകളുടെ സാന്നിധ്യത്തിൽ തന്നെ എല്ലാ കുഞ്ഞുങ്ങളെയും കൂട്ടിൽ നിന്നും പെറുക്കിക്കൊണ്ടുപോയി. തത്തകൾക്ക് ദൃക്സാക്ഷികളായി നോക്കിയിരിക്കാനല്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനുശേഷം തത്തകൾ പനമരം ഉപേക്ഷിച്ചു പോയി. തങ്ങളുടെ നേതാവിന്റെ ഉപദേശം അനുസരിക്കാത്തതിൽ തത്തകൾ പശ്ചാത്തപിച്ചു. ഒന്നിനെയും മുയലും മുള്ളൻ പന്നിയും. നർമ്മദാ നദിയുടെ തീരത്ത് ഒരു വനമുണ്ടായിരുന്നു. അവിടെയുള്ള മൃഗങ്ങൾ എപ്പോഴും തമ്മിൽ തമ്മിൽ വഴക്ക് കൂടാറുണ്ടായിരുന്നു. നമ്മുടെ വഴക്കുകൾ ഒത്തുതീർപ്പാക്കാൻ രാജാവില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ വഴക്ക് കൂടുന്നത്. ശരിയാ, നമുക്കൊരു രാജാവിനെ വേണം. പക്ഷെ ആരായിരിക്കണം ആ രാജാവ്? ലഹള പൊട്ടിപ്പുറപ്പെട്ടു. ഞാനായിരിക്കും രാജാവ്. അല്ല, ഞാനായിരിക്കും രാജാവ്. ഞാൻ തന്നെ ആയിരിക്കും ആ രാജാവ്. ഒരു വയസ്സൻ ദുർബലനായ ചെന്നായ ആ കാട്ടിൽ ആയിടെ താമസമുറപ്പിച്ചിരുന്നു. അത് മെല്ലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. എവിടുന്നായിരിക്കും ഈ ശബ്ദം? ഞാൻ ചെന്ന് നോക്കട്ടെ. ചെന്നായ വരുന്നത് മറ്റു മൃഗങ്ങൾ കണ്ടപ്പോൾ, ഇദ്ദേഹത്തെ നമ്മുടെ രാജാവാക്കിയാൽ എന്താ? ആ പറഞ്ഞ നല്ല ആശയാ.
അങ്ങനെ വയസ്സൻ ചെന്നായ അവിടെ എത്തി. ഞങ്ങൾക്കൊരു രാജാവിന് വേണം. ഞങ്ങളുടെ രാജാവാകാൻ നിങ്ങൾ തയ്യാറാണോ? എന്റെ ഭാഗ്യം, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്റെ പട്ടിണിയുടെ ദിവസങ്ങൾ അവസാനിച്ചിരിക്കുന്നു. രാജാവാകുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് അക്രമം ഇഷ്ടമല്ല. എന്നാൽ ഓരോ പ്രശ്നങ്ങളെ പറ്റിയും നന്നായി മനസ്സിലാക്കിയ ശേഷം ആവശ്യമെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ കൊല്ലാൻ ഒരുങ്ങുകയുള്ളൂ. മൃഗങ്ങൾക്ക് സന്തോഷമായി. അല്ലയോ ബഹുമാന്യനായ രാജാവേ, ഞങ്ങൾക്കും അക്രമത്തെ പേടിയാണ്. പക്ഷെ തെറ്റ് ചെയ്തവരെ രാജാവ് കൊന്നേ പറ്റൂ. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ അത് തന്നെയായിരിക്കും ചെയ്യുക. അടുത്ത ദിവസം തന്നെ മുയലും മുള്ളം പന്നിയും തമ്മിൽ വഴക്കുണ്ടായി. ഈ മാളം എന്റേത് മാത്രമാണ്. അല്ല, ഇത് എന്റേതാ. ഞാനാണ് ഇത് ആദ്യം കണ്ടത്. നീ കണ്ടത് ശരിയായിരിക്കും, പക്ഷെ എന്റെ അച്ഛനാ ഇത് ഉണ്ടാക്കിയത്. പക്ഷേ നിന്റെ അച്ഛൻ ഇത് ഉപേക്ഷിച്ചതല്ലേ? അതുകൊണ്ടാ ഞാൻ കേറിയത്. ഇത് എന്റേതാ. മുയൽ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നീട് അതിനൊരു ആശയം ഉദിച്ചു. നമുക്ക് രാജാവിന്റെ അടുത്ത് പോകാം. അദ്ദേഹം തീരുമാനിക്കട്ടെ ആരുടേതാണെന്ന്. അതാണ് ശരി. നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ അവർ ചെന്നായയുടെ അടുക്കലെത്തി. അല്ലയോ മഹാരാജാവേ, ഞങ്ങൾക്ക് നീതി വേണം. പറയൂ, എന്താണ് പ്രശ്നം? രണ്ടുപേരും ഒരുമിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ ആരംഭിച്ചു. ഒരു നിമിഷം, എനിക്ക് വയസ്സായതുകൊണ്ട് ചെവി കേൾക്കാൻ വയ്യ. അതുകൊണ്ട് അടുത്തേക്ക് വന്ന് കാര്യം പറഞ്ഞാ കൊള്ളാം. രണ്ടുപേരും ചെന്നായയുടെ അടുക്കലേക്ക് സംശയമില്ലാതെ ചെന്നപ്പോൾ അത് അവരുടെ മേൽ ചാടി വീണ് ആർത്തിയോടെ വിഴുങ്ങി. എല്ലാ മൃഗങ്ങളും ജീവനും കൊണ്ട് ഓടി. ഒരു അപരിചിതനെ മധ്യസ്ഥനാക്കി നിർത്താതെ നമ്മുടെ ഇടയിലെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ പരിഹരിക്കാമായിരുന്നു. അതാ ഇങ്ങനെ സംഭവിച്ചത്, അല്ലേ? സ്വന്തം പ്രശ്നങ്ങൾ. പുലിയും മരം കൊത്തി. ഒരു ദിവസം ഒരു പുലി താൻ പിടിച്ചു കൊന്ന ഇരയെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന്റെ വായിൽ ഒരു എല്ലിൻ കഷണം കുടുങ്ങി. പുലിക്കത് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. ഇത് പുറത്തെടുത്തില്ലെങ്കിൽ എനിക്കിനി ഒന്നും കഴിക്കാൻ പറ്റില്ല. ദിവസങ്ങൾ കടന്നുപോയി. അത് ക്ഷീണിച്ച് അവശനായിക്കൊണ്ടേയിരുന്നു. എന്നെ ആരും സഹായിക്കാൻ വന്നില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിക്കും. കുറെ നേരമായി ഇത് കണ്ടുകൊണ്ടിരുന്ന മരംകൊത്തിക്ക് പുലിയോട് സഹതാപം തോന്നി. മരംകൊത്തി പുലിയോട് ചോദിച്ചു, നിനക്ക് എന്തു പറ്റി? നീ എന്തിനാ ഇങ്ങനെ വായും തുറന്ന് കിടക്കുന്നേ? പുലി മരംകൊത്തിയെ അടുത്ത് വിളിച്ച് തന്റെ വായിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലിൻ കഷണം കാണിച്ചു കൊടുത്തു. ഓ, ഈ എല്ലിൻ കഷ്ണം ഞാൻ എടുത്തു മാറ്റി തരാം. പക്ഷേ നീ കൊല്ലുന്ന മൃഗങ്ങളുടെ മാംസത്തിൽ എനിക്കും ഒരു പങ്ക് തരണം. പുലി അതിന് സമ്മതിച്ചു. മരംകൊത്തി പുലിയുടെ വാക്കകത്ത് കയറി എല്ലിൻ കഷണം പുറത്തെടുത്തിട്ട് അതിന്റെ വായിൽ നിന്ന് വേഗം പുറത്തു കിടന്നു. എന്നിട്ട് പറന്നു ചെന്ന് മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് എല്ലിൻ കഷണം താഴേക്കിട്ടു. കുറച്ചു നേരം കഴിഞ്ഞ് പുലി ഒരു മൃഗത്തെ കൊന്ന് തിന്നാൻ തുടങ്ങി. ഹേയ് കൂട്ടുകാരാ, നീ പറഞ്ഞ വാക്ക് മറന്നുപോയോ? എനിക്കും ഒരു പങ്ക് തരണം. പുലി ഇതിനു മുമ്പ് മരംകൊത്തിയെ കണ്ടിട്ടേയില്ലെന്ന വ്യാജേന തുറച്ചു നോക്കി. നീ ഏതാ? ഞാൻ എന്തിനാ നിനക്ക് പങ്കു തരുന്നത്? എന്ത്? എന്നെ ഓർമ്മയില്ലേ? ഞാനല്ലേ നിന്റെ വായിൽ കുടുങ്ങിയ എല്ല് മാറ്റിയത്? അത്ര പെട്ടെന്ന് എന്നെ മറന്നുപോയോ? ഞാനൊരു കാട്ടുമൃഗമാണ്. നീ എന്റെ വായ്ക്കകത്ത് കയറിയപ്പോഴേ എനിക്ക് നിന്നെ തിന്നാമായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല. അതിന് നീ എന്നോട് ആദ്യം നന്ദി പറയേ. ഓ, അത് ശരി. ഞാൻ ക്ഷീണിതനായത് നിനക്ക് സൗകര്യമായി അല്ലേ? പക്ഷേ എനിക്ക് നീണ്ടുകൂർത്ത കൊക്കുള്ളത് മറക്കണ്ട. പുലി ഇരയെ മുഴുവൻ ഭക്ഷിച്ചിട്ട് ഉറക്കം പിടിക്കാനായി മരംകൊത്തി കാത്തുനിന്നു. മരംകൊത്തി മെല്ലെ താഴെ ഇറങ്ങി വന്ന് പുലിയുടെ ഒരു കണ്ണു കുത്തിപ്പൊട്ടിച്ചു. പുലി വേദന കൊണ്ട് പൊളഞ്ഞു. നീ എന്റെ കണ്ണു കുത്തി പൊട്ടിച്ചു. എന്ത് ക്രൂരതയാണത്? എനിക്ക് കൂർത്ത കൊക്കുണ്ട്. വേണമെങ്കിൽ നിന്റെ രണ്ട് കണ്ണും കുത്തി പൊട്ടിക്കാമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. അതിന് നീ ആദ്യം നന്ദി പറ, എന്നിട്ട് അലറുന്നത് നിർത്ത്. മറ്റുള്ളവരെ കബളിപ്പിക്കാൻ ശ്രമിച്ചാൽ